അടുത്ത ദിവസം ജയിലിലെ മേൽനോട്ടക്കാരൻ അപ്രതീക്ഷിതമായി പരിശോധനയ്ക്ക് വന്നു. അതോടെ സൂര്യൻ നടുവിൽ വന്നിട്ടും അജിൻ ഇന്നും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മേൽനോട്ടക്കാരൻ ഒരേയൊരു നോക്കിൽ തന്നെ മനസ്സിലായി, അജിൻ കഴിഞ്ഞ രാത്രി ഉറക്കമില്ലാതെ എന്തോ ചെയ്തിരുന്നു. അദ്ദേഹം അജിൻ എന്തു ചെയ്തെന്നു കണ്ടെത്താൻ അവന്റെ വസ്തുക്കൾ എല്ലാം പരിശോധിച്ചു. അവിടെ ഒരു ചെറിയ കീയുടെ ഭാഗം കണ്ടപ്പോൾ അത് എന്തിനായുള്ളതാണെന്ന് ചോദിച്ചു. അജിൻ എന്തു പറക്കണമെന്ന് അറിയാതെ ധീരം സമ്പാദിച്ചു അതിലേക്ക് മാതാപിതാക്കളുടെ ഫോട്ടോ ചേർത്തു. മേൽനോട്ടക്കാരൻ ആ ചിന്ത നിസ്സാരമായിരുന്നു. പോവുമ്പോൾ ഒരു മുന്നറിയിപ്പും നൽകി, ചതിക്കാനുള്ള ശ്രമങ്ങൾ വേണ്ട. തുടർന്ന് അജിൻ തന്ത്രപരമായി കീകൾ ജയിലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു, പൊടിപിണക്കുന്നതിന് ഉള്ള ബക്കറ്റിലും വരെ. എന്നാൽ ഒരു വലിയ തടസ്സം ഇനിയും ബാക്കിയുണ്ടായിരുന്നു, 1-ാം നിലയിലെ ഇലക്ട്രിക് ഡോർ. അതിനായി അജിൻ സ്വന്തം പല്ല് തകർത്തു പുറത്തേക്ക് ചികിത്സയ്ക്ക് പോകാനായി. പുറത്തു പോകുമ്പോൾ ഡോർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഡ്യൂട്ടി റൂമിലാണെന്നത് കണ്ടുപിടിച്ചു. പിന്നീട് പുറത്തേക്ക് പോയപ്പോൾ ജയിലിൽ ഒരു വാച്ച് ടവർ പണിയുകയാണ് എന്നത് കണ്ടു. അതിന്റെ അർത്ഥം അടുത്തപ്പോൾ തന്നെ സ്നൈപ്പർമാർ ജോലിക്ക് വരും. ക്രിസ്മസ് ദിവസം രാത്രി അജിൻ ജയിൽ വിട്ടു പോവാൻ തീരുമാനിച്ചു. അയാൾ മറ്റു തടവുകാരെയും ക്ഷണിച്ചു, എന്നാൽ അവർ വിശ്വസിച്ചില്ല. അന്നേ ദിവസം ഗാർഡുകൾ നേരത്തെ പോയി. അജിൻ തന്റെ അടുത്ത സുഹൃത്തിന് വിട പറഞ്ഞു. അതേസമയം ഒരു കൂന്തൻ ഗാർഡ് ടോയ്ലറ്റ് തകർത്തു പൈപ്പ് എടുക്കാൻ സ്റ്റോർ റൂമിലേക്ക് പോയി. അയാളും ഒരു തരത്തിൽ സഹായിച്ചു. താലാതായി പോയ ഇരുമ്പ് തണ്ടിനെ കണ്ടില്ല.